ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. അവസാനമായിക്കൊണ്ട് അർജന്റീനയും ബ്രസീലും തമ്മിൽ ഏറ്റുമുട്ടിയ മത്സരം അത് ബ്രസീലിൻ്റെ ആരാധകർ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ്. ഒരു നാണം കെട്ട തോൽവിയായിരുന്നു അർജന്റീനയോട് ബ്രസീലിന് ഏറ്റുവാങ്ങേണ്ടി വന്നത്. 1-4 ഗോളുകൾക്കാണ് അർജന്റീന വിജയിച്ചു കയറിയത്. ഹൂലിയൻ ആൽവരസ്, എൻസോ ഫെർണാണ്ടസ്, അലക്സിസ് മാക്കാലിസ്റ്റർ, സിമിയോണി എന്നിവരായിരുന്നു അന്ന് അർജന്റീനയ്ക്ക് വേണ്ടി ഗോളുകൾ നേടിയത്. മെസ്സിയുടെ അഭാവത്തിലും ഒരു വലിയ വിജയം നേടാൻ അർജന്റീനയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് അർജന്റീനയുടെ കരുത്ത് തെളിയിക്കുന്ന ഒരു കാര്യമായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഡൊറിവാൽ ജൂനിയറെ ബ്രസീൽ പുറത്താക്കിയത്. ഏതായാലും ഇതേക്കുറിച്ച് ബ്രസീലിന്റെ സൂപ്പർ താരമായ വെസ്ലി ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. അതായത് ആ മത്സരത്തിൽ മെസ്സി ഇല്ലെങ്കിലും അർജന്റീന താരങ്ങൾ എല്ലാവരും മെസ്സിയായി മാറുകയായിരുന്നു എന്നാണ് വെസ്ലി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. തങ്ങൾക്ക് അഥവാ ബ്രസീലിന് ആ മത്സരത്തിൽ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നും വെസ്ലി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞങ്ങൾക്ക് പ്രതീക്ഷിച്ച പോലെ കളിക്കാൻ അന്ന് കഴിഞ്ഞില്ല. ഞങ്ങൾ പരമാവധി ശ്രമിച്ചു, പക്ഷേ എതിരാളികൾ അന്ന് വളരെയധികം മികച്ചതായിരുന്നു. അവർ എല്ലാവരും മെസ്സിയായി മാറുകയായിരുന്നു. ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ ഉണ്ടായിരുന്നില്ല. അത് ഒരു പാഠമായിരുന്നു. എല്ലാവരും വിജയിക്കാൻ വേണ്ടി തന്നെയാണ് കളിക്കാറുള്ളത്, പക്ഷെ എപ്പോഴും വിജയിക്കാൻ സാധിച്ചു എന്ന് വരില്ല. അർജന്റീന ടീമിന്റെ ക്വാളിറ്റി ഞങ്ങൾക്കറിയാമായിരുന്നു, പക്ഷെ അതിനോടകം തന്നെ വേൾഡ് കപ്പിന് ഞങ്ങൾ യോഗ്യത നേടിയിരുന്നു. പരാജയപ്പെട്ടു എന്ന് കരുതി വേൾഡ് കപ്പ് യോഗ്യത ഇല്ലാതായിട്ടില്ല, ഒന്നും അവസാനിച്ചിട്ടുമില്ല. ആ രാത്രി ഞങ്ങളുടേത് അല്ലായിരുന്നു. ഇതാണ് ബ്രസീലിയൻ പ്രതിരോധ നിര താരമായ വെസ്ലി പറഞ്ഞിട്ടുള്ളത്. ഏതായാലും അതിനുശേഷം ബ്രസീലിന് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കാർലോ ആഞ്ചലോട്ടിയെ മുഖ്യ പരിശീലകനായി അവർ കൊണ്ടുവന്നു. മാത്രമല്ല, കാർലോ ആഞ്ചലോട്ടിക്ക് കീഴിൽ 3 മത്സരങ്ങൾ കളിച്ചു. പിന്നീട് ഗോളുകൾ ഒന്നും ബ്രസീലിന് വഴങ്ങേണ്ടി വന്നിട്ടില്ല. ആഞ്ചലോട്ടി നല്ല രീതിയിലേക്ക് ടീമിനെ മാറ്റിയെടുക്കും എന്ന് തന്നെയാണ് ആരാധകർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം.